എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു ആരോപണം കൂടി വരുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു, കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്ന് ഹണി ഭാസ്കർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിയമ നടപടി ആലോചിച്ചിട്ടില്ല, പക്ഷേ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ. പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷാഫി രാഹുലിനെ സംരക്ഷിച്ചതായും ഹണി ഭാസ്കർ ആരോപിച്ചു. എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാള് കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. അതുകൊണ്ടാണ് ഇനി ഏറ് കിട്ടിയാലും കുഴപ്പമില്ല, ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതിപ്പോ എന്റെയും കൂടെ വിഷയമാണല്ലോ. ഹണി ഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം ചെറുതല്ല, കൂടുതൽ ഇരകളുണ്ട് എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിന് ചില തെളിവുകളുണ്ട് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അറിയേണ്ടതിന്റെ ആവശ്യകതയും ഉണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്, കൂടുതൽ ഇരകൾ രംഗത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. ചെറിയൊരു ഇടവേള.